ഹായ് വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ട്രെൻഡിങ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 3D കേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലവ്ഡ് വൺസിനെ സർപ്രൈസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ സെമീറത്ത എൻ്റെ വീട്ടിൽ വന്നപ്പോഴുള്ള വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടീന്. ഇനി ഇതിലേക്ക് ഞാനൊരു കുഞ്ഞ് പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതിയാവും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഈ ചോക്ലേറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിനാറ്റ കേക്കിൻ്റെ ആ മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഓയിലോ ബട്ടറോ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ മോൾഡ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുക. നമ്മൾ 2 പ്രാവശ്യം ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട്. കാരണം 2 പ്രാവശ്യം ചെയ്യുമ്പോഴേ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഷെല്ലിന് നല്ല കട്ടി വരുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ നല്ല പോലെ തന്നെ ആക്കി കൊടുക്കുക, അത്യാവശ്യം കട്ടിയിൽ തന്നെ. അങ്ങനെ ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം വെച്ചാൽ തന്നെ മതിയാവും, നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഇതാ നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി വന്നേന്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2-3 സ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് വെച്ചിട്ട് അതിങ്ങനെ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടിയായി പോവാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ബൗൾ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ കുറച്ച് നേരത്തേക്ക് അത് അങ്ങനെ ലൂസായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചോക്ലേറ്റ് ഷെല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ ഇങ്ങനെ ഓയിലും ബട്ടറൊക്കെ ഗ്രീസ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. പിന്നെ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ചോക്ലേറ്റ് പൊട്ടി പോവാതെ നോക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഷെല്ലും കൂടെ ആക്കിയെടുക്കാനുണ്ട്. അപ്പം ആദ്യം ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് ഒഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കുക. ചോക്ലേറ്റ് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഒരു കോട്ടും കൂടെ കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വൈറ്റോ അല്ലെങ്കിൽ അതിൽ കളർ മിക്സ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. കളറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാർബിൾ എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക, അതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഞാനൊരു സിമ്പിളായിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ കോട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കേക്കാണ് വെക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അത് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു ഹാർട്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ കേക്കാണ് ഞാൻ നമ്മുടെ 3D കേക്കിൻ്റെ ഉള്ളിലായിട്ട് വെക്കാൻ പോണത്. ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ എല്ലാ ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര ഹൈറ്റ് വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈറ്റും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഷെല്ലും റെഡിയായി. ഇനി നമുക്കത് കേക്ക് ബോർഡിൽ വെച്ചിട്ട് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ആക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഷെല്ല് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കാൻ പോണത്. അപ്പോൾ കേക്ക് വെക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാതെ നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് കേക്ക് അല്ലാതെ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ വെച്ച് കൊടുക്കുക. ഫോണ്, റിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഞാൻ കേക്കിൻ്റെ മേലെ കുറച്ചൊന്ന് രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്.
ഗിഫ്റ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സൈഡ്സിൽ കുറേ ചോക്ലേറ്റ് ഒക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പൊട്ടിച്ച് ഇങ്ങനെ വരുമ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഒരുപാട് കാര്യങ്ങളായിട്ട് കാണാൻ നല്ല രസമുണ്ടാവും. അങ്ങനെ ഞാൻ ഈ സ്പ്രിങ്കിൾസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഷെല്ല് വെക്കുമല്ലോ, അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഷെല്ല് ഇതിൻ്റെ മേലായിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ്സൊക്കെ സെയിം ആയിട്ടാണോ നിൽക്കുന്നത് നോക്കുക. പിന്നെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഞാൻ ഗോൾഡൻ ലസ്റ്റർ ഡസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ലസ്റ്റർ ഡസ്റ്റ് എടുക്കുകയാണ്. ഈ ഡസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഡ്രോപ്പ് ചേർത്തിട്ട് നമുക്കത് ഒരു ബ്രഷ് വെച്ച് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മുടെ ആ ചോക്ലേറ്റ് ഷെല്ലിൻ്റെ മേലായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ടൈപ്പ് ഡെക്കറേഷനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ബാക്കി വന്നിട്ടുള്ള മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗോൾഡൻ ബോൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നമ്മുടെ 3D കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഡിമാൻഡുള്ള കേക്കാണ്, ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കേക്കാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലാത്തവരുണ്ടാക്കി നോക്കുക. എന്നിട്ട് വീട്ടിലിങ്ങനെ ആരെങ്കിലുമൊക്കെ സർപ്രൈസ് ചെയ്യുക. ഇനി നമുക്കിത് പൊട്ടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കേക്ക് ഞാൻ സെമീറത്തിനെ കൊണ്ട് പൊട്ടിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. ഇപ്പം കേക്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. സെമീറത്തെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞേനു അവരിതുവഴി പാസ് ചെയ്ത് പോവും, അപ്പം നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. പക്ഷേ വീട്ടിലേക്ക് വരുന്നത് ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചത്. അപ്പം നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇപ്പം ഉമ്മ ചിക്കൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് പൊരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഉമ്മ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഷസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബിരിയാണി, ചിക്കൻ പൊരിച്ചത്, പിന്നെ ബീഫിൻ്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ബാക്കി മന്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ദാ ഉമ്മ മസാല റെഡിയാക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് കൊറിയർ വന്നതേനു. മീഷോന്ന് ഞാൻ കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വന്നിട്ടുള്ളത്. അങ്ങനെ കിട്ടിയ പാടെ തന്നെ ഞാൻ കൈ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ആ ഒരു കവറിന്ന്, പുറത്തുള്ള കവറിന്ന് ഈ ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റുകയാണ്. കാരണം ഉള്ളിലേക്ക് വെക്കേണ്ടതായതുകൊണ്ട് ആ കവർ എവിടെയല്ലോ വീണിട്ടാവുമല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാത്രമായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി അതും സാനിറ്റൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. കൊറോണ വന്ന് പോയതിന് ശേഷം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എല്ലാം നല്ലപോലെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. ചിക്കൻ പൊരിച്ച് കഴിയാനായി. ഇത് അവസാനത്തെ ട്രിപ്പാണ്. പിന്നെ ഇതാ ഉമ്മ മസാല റെഡിയാക്കി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഇട്ടാണ്. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിടൽ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. പൊരിച്ച ഉള്ളിയും പിന്നെ മല്ലിയിലയും എല്ലാം ഇട്ടിട്ട് ഉമ്മ ബിരിയാണി ദമ്മിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ പോയി കുളിച്ച് മാറ്റിയെല്ലാം കഴിഞ്ഞപ്പോൾ സെമീറത്തെയും ഫാമിലിയും എത്തിയിട്ടുണ്ട്. നിസാരിക്കയും സൽമാനും സുൽത്താനും റിസ്വാനും എല്ലാവരും ഉണ്ട്. സെമീറത്തിന് എനിക്ക് കുറച്ച് കാലമായിട്ട് പരിചയമുണ്ട്. നമ്മളവിടെ തിരുവനന്തപുരത്ത് പോയിനു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണത്. പിന്നെ യൂട്യൂബിൻ്റെ ഓരോരോ പരിപാടിക്കായിട്ട് പോകുമ്പം അപ്പോഴൊക്കെ സെമീറത്ത് ഉണ്ടാവലുണ്ട്. അങ്ങനെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും. പക്ഷേ ഇവരെപ്പം കോഴിക്കോട് വന്നാലും നമുക്ക് മീറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഇനി ഫുൾ തിരക്കായിട്ട് അങ്ങനെ പോയി. അങ്ങനെ അവസാനം അവർ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉപ്പയും ഉമ്മയൊക്കെ ആദ്യം കഴിച്ചു, ഞാൻ കഴിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്.
പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നേരം പോയതേ അറിഞ്ഞില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ 3D കേക്ക് എടുത്തിട്ട് വന്നു. എനിക്ക് സെമീറത്തിനെ കൊണ്ട് ഈ കേക്ക് പൊട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹേനി. അതിനാണ് ഞാൻ ഇന്ന് തന്നെ ഈ കേക്ക് റെഡിയാക്കിയതും. അപ്പോൾ ഇനി ഞാനും സെമീറത്തെയും കൂടെ കേക്ക് പൊട്ടിക്കാനായിട്ട് പോവാണ്. ഒന്നും പറയാനില്ല. കേക്ക് അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ കേക്ക് എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് കഴിക്കുകയാണ്. സംസാരിച്ചിരുന്ന് നേരം പോയതേ അറിഞ്ഞില്ല. ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം നമ്മൾ ചായ വെക്കാണ്. സുലൈമാനിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറേ ചിരിയും കളിയും വർത്തമാനം പറച്ചിലിനൊക്കെ ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടി ഇന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ശരിക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്